ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിസിക്സ് ഓഫ് ലൈഫ് ബൈ രാജേഷ്. സാധാരണ ഈ ചാനലിൽ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാറ്. പക്ഷേ ഇതൊരു അറ്റംപ്റ്റ് ആണ്. മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാനൊന്ന് ശ്രമിക്കുകയാണ്. മാത്തമാറ്റിക്സിൽ +2 ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. +2 ക്ലാസ്സിൽ കാൽക്കുലസ് എന്ന് പറയുന്ന സെക്ഷൻ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതിൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന സെക്ഷന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എന്റേതായ രീതിയിൽ ഒരു അറ്റംപ്റ്റ് ഞാൻ നടത്തി നോക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഡിഫറൻസിയേഷനിൽ ഞാൻ പ്രാക്ടിക്കലി പറയുമ്പോൾ കൂടുതൽ എന്താണ് ഡിഫറൻസിയേഷൻ, അതിന്റെ തിയറിയിലേക്കൊന്നും ഞാനൊരു റിവിഷൻ വീഡിയോയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് എങ്ങനെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതിനെ ആസ്പെക്ട് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ 20 എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ 20 റൂൾസ് അറിയണം. റൂൾസ് എന്ന് പറയാൻ പറ്റില്ല, 20 റിസൾട്ട് ആണ്. d/dx ഓഫ് c ഈക്വൽ ടു 0. c എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ആണ്, നമ്പറുകൾ. നമ്പറിന്റെ ഡെറിവേറ്റീവ് ഏത് ഫാക്ടർ വെച്ച് നോക്കിയാലും നമ്പറിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും ഒരു 0 ആയിരിക്കും. അതുപോലെ d/dx ഓഫ് x is equal to 1. d/dx ഓഫ് x raised to n into x raised to n minus 1. അത് ഓർത്തിരിക്കുക. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് ആണ്, d/dx ഓഫ് x raised to n. അതുപോലെ d/dx ഓഫ് sin x, cos x minus sin x, tan x, sec square x, cosec x minus cosec x cot x, sec x tan x, cot x minus cosec square x, e raised to x തന്നെ log x, 1/x ആണെങ്കിൽ minus 1/x square എന്ന് എഴുതാം. Then inverse functions, sin inverse x ആണെങ്കിൽ 1/√1 minus x square, cos inverse x ഒരു നെഗറ്റീവ് ഇട്ടാൽ മതി, minus 1/√1 minus x square, tan inverse x 1/1 plus x square, cot tan inverse x minus 1/1 plus x square, sec inverse x 1/x into root of x square minus 1, d/dx of cosec inverse x minus 1/x into root of x square minus 1, a raised to x log x, and d/dx of root x equal to 1/2 root x. ഈ റിസൾട്ടുകളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. എങ്കിലും നമുക്ക് ഈ റിസൾട്ടിൽ നിന്ന് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് റിസൾട്ടിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. +2 സാധാരണഗതിയിൽ ഡിഫറൻസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞാണ്. ശരിക്കും കണ്ടിന്യൂറ്റി അല്ല, ഞാൻ ഡെറിവേറ്റീവ് ആണ് പറയാൻ ഉദ്ദേശിച്ചത്. അത് ചെയിൻ റൂൾ ആണ് +2 സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും ചെയിൻ റൂളിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ഫസ്റ്റ് ഇയറിലെ ചില ബേസിക് ആയിട്ടുള്ള 2 റൂളുകൾ മാത്രം ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞു പോകുന്നു. അത് പ്രോഡക്റ്റ് റൂളും കോഷ്യന്റ് റൂളും. പ്രോഡക്റ്റ് റൂളിന്റെ എക്സ്പ്രഷൻ ഇതാണ്. ഇപ്പോ 2 ഫംഗ്ഷൻസ് അല്ലെങ്കിൽ 2 വേരിയബിൾസ് പ്രോഡക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ, സപ്പോസ് u ആൻഡ് v 2 വേരിയബിളുകളായിരിക്കണം, ഒരു കോൺസ്റ്റന്റ് ഒരു വേരിയബിളും അല്ല, ബോത്ത് ആർ വേരിയബിൾസ് ആണെങ്കിൽ u into dv by dx plus v into du by dx. അതാണ് റൂള്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ u v ആയിട്ട് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം, ഓർഡർ പ്രശ്നമല്ല. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. അതാണ് സിമ്പിൾ റൂള്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. d/dx ഓഫ് x into sin x. x into sin x നെ നമുക്ക് എക്സിനെ ഞാൻ u ആയിട്ടും sin x നെ v ആയിട്ടും വിചാരിച്ചു. അത് എങ്ങനെ വേണമെങ്കിലും വിചാരിക്കാൻ നമ്മുടെ ചോയ്സ് ആണ്. സോ x into d/dx of sin x plus sin x into d/dx of x. സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം x into sin x ന്റെ ഡെറിവേറ്റീവ് cos x ആണ്. സോ x into cos x plus sin x into x ന്റെ ഡെറിവേറ്റീവ് 1 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതേണ്ട ആവശ്യം sin x. സോ ഇതാണ് റിസൾട്ട്. സിമിലർലി കോഷ്യന്റ് റൂൾ, 2 ഫംഗ്ഷനുകൾ ഡിവൈഡ് ചെയ്ത് ഫ്രാക്ഷൻ ഫോമിൽ വരികയാണെങ്കിൽ, ഡിവിഷൻ ഫോമിൽ വരികയാണെങ്കിൽ d/dx of u by v is equal to v into du by dx minus u into dv by dx divided by v square. ഇതാണ് റൂള്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ദ സ്ക്വയർ ഓഫ് ദി ഡിനോമിനേറ്റർ. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ d/dx ഓഫ് sin x by x. ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം വളരെ സിമ്പിൾ ആണ്. ന്യൂമറേറ്ററിനെ u ആയിട്ടും ഡിനോമിനേറ്ററിനെ v ആയിട്ടും കൺസിഡർ ചെയ്തു. എന്നിട്ട് എന്ത് കൊടുത്തു? x into d/dx of sin x minus sin x into d/dx of x divided by x square. ഡെറിവേറ്റീവ് ഉള്ളത് അടുത്ത് മാത്രം ഡെറിവേറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x into derivative of sin x is cos x minus sin x into derivative of x is
1. So 1 multiply ചെയ്യേണ്ട ആവശ്യമില്ല. So the result become x cos x minus sin x divided by x square. നെക്സ്റ്റ് നമുക്കുള്ളത് ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ്, ദാറ്റ് ഈസ് ചെയിൻ റൂൾ. നമ്മുടെ സെക്കൻഡ് ഇയർ ക്ലാസ്സിൽ നമ്മൾ ഡെറിവേറ്റീവിനകത്ത് ആദ്യം പറയുന്നത് ചെയിൻ റൂളാണ്. അപ്പൊ ചെയിൻ റൂള് തന്നെ പലർക്കും കൺഫ്യൂഷൻ ആവാറുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂളാണ് ചെയിൻ റൂള്. ചെയിൻ റൂൾ അറിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിലും ഇനി വരാൻ പോകുന്ന ലോഗരിതമിക് ഫംഗ്ഷൻസ് ആണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ചെയിൻ റൂളിന്റെ ഒരു ബേസിക് കാര്യങ്ങൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ചെയിൻ റൂൾ. അപ്പോ ആദ്യം ചെയിൻ റൂൾ പറയുന്നതിന് മുൻപ് നമുക്കറിയണം എന്താണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ്. ഒരുപാട് ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ദാറ്റ് ഈസ് സൈൻ എക്സ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ വേറൊരു ഫംഗ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്, എക്സ് സ്ക്വയർ. ഇവരെ നമുക്ക് കമ്പൈൻ ചെയ്യാം പല രീതിയിൽ. ഇപ്പൊ നോക്കാം, എഫ് ഡോട്ട് ജി, ഫ്ലോഗ് എന്നല്ല, എഫ് ഡോട്ട് ജി. എഫ് ഡോട്ട് ജി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ സൈൻ എക്സിന്റെ എക്സ് അങ്ങ് മാറ്റിയിട്ട് എനിക്ക് എന്ത് കൊടുക്കാം, എക്സ് സ്ക്വയറിനെ എടുത്ത് ഇവിടെ കൊണ്ട് വയ്ക്കാം. അപ്പൊ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, എഫ് ഓഫ് എക്സിനകത്ത് ഞാൻ ജി എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് എഫ് ഡോട്ട് ജി. എന്ത് എഴുതാം, സൈൻ എക്സ് സ്ക്വയർ. ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. അതുപോലെ ജിക്കകത്ത് എക്സ് മാറ്റിയിട്ട് എനിക്ക് സൈൻ എക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ആരായി, സൈൻ എക്സിന്റെ സ്ക്വയർ ആയി. അതും ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. എഫിന്റെ എക്സ് മാറ്റിയിട്ട് സൈൻ തന്നെ ഇട്ട് കൊടുക്കാം, സൈൻ ഓഫ് സൈൻ എക്സ്. ഇങ്ങനെയാണ് കോമ്പിനേഷൻസ് വരിക. അപ്പൊ ഇങ്ങനെ കോമ്പിനേഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെ അതിനെ ഡീൽ ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്ന ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ യൂസിങ് ചെയിൻ റൂൾ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫൈൻഡ് dy by dx if y is equal to sin x square. എങ്ങനെ ചെയ്യും, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത് റൂള് വെച്ച് UV മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ അതിനും വളരെ എളുപ്പമായിട്ട് പ്രാക്ടിക്കലി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ, ഒരു എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ, ഇത് വരണമെന്നില്ല, ബട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് റൂളിന്റെ ആവശ്യമില്ല. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇത് രണ്ട് ഫംഗ്ഷനുകൾ ചേർന്നതാണ്. അത് ഒരു ഫംഗ്ഷൻ സൈൻ ആണ്, അതിനകത്താണ് എക്സ് വന്നിരിക്കുന്നത്, എക്സ് സ്ക്വയർ വന്നിരിക്കുന്നത്. അതായത് ഈ ഫോം സൈൻ എക്സും എക്സ് സ്ക്വയറും ഉണ്ടായിരുന്നു, അവരെ കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഇത്, ഈ സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊന്ന് എഴുതി നോക്കാം. dy by dx is equal to, നമ്മൾ ചെയ്യുന്നത് സൈനിന്റെ ഫംഗ്ഷനകത്തുള്ള എക്സ് മാറിയിട്ടാണ് എക്സ് സ്ക്വയർ വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, സൈനിന്റെ ഫംഗ്ഷനെ ആദ്യം ഡെറിവേറ്റീവ് എടുക്കുക, എക്സ് സ്ക്വയറിന്റെ ഫംഗ്ഷനെ രണ്ടാമത് എടുക്കുക. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ് സൈനിന്റെ ഡെറിവേറ്റീവ്, സൈൻ കാണുമ്പോഴേ നമുക്കറിയാം ഡെറിവേറ്റീവ് കോസ് ആണ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് സൈൻ എക്സ് സ്ക്വയർ ആണെങ്കിൽ അതിന്റെ കോസ് എക്സ് സ്ക്വയർ. ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്, സൈൻ, അതായത് മെയിൻ ആയിട്ടുള്ള ആളെ നമ്മൾ ആദ്യം ഡെറിവേറ്റീവ് എടുത്തു. സൈന് അകത്താണ് ആര് വന്നിരിക്കുന്നത്, എക്സ് സ്ക്വയർ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സൈന്റെ ഡെറിവേറ്റീവ് എടുത്തു, കോസ് എക്സ് സ്ക്വയർ അതുപോലെ എഴുതി. ഇൻറ്റു, ഇനി നോക്കാം, ഇതിനകത്ത് വന്നിരിക്കുന്ന രണ്ടാമത്തെ ആളാരാണ്, എക്സ് സ്ക്വയർ ആണ്. രണ്ടാമത്തേത് എക്സ് സ്ക്വയർ ആണ്, അതിന്റെ ഡെറിവേറ്റീവ് എത്ര വരും, 2x n into x raised to n minus 1. അപ്പൊ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, 2x into cos x square എന്ന് ആൻസർ വരും. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം, ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇപ്പൊ y is equal to sin of sin x. അപ്പൊ എന്താണ് പ്രത്യേകത, ഇവിടെ വലിയ ചെയിൻ എന്ന് പറയുന്നത് ഈ സൈൻ ആണ്. കാരണം ഇതിനകത്തേക്കാണ് രണ്ടാമത്തെ ആൾ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ആള് ചെറുതാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, വലിയ ആളെ ആദ്യം ഡെറിവേറ്റീവ് എടുക്കുക, പിന്നെ ഇൻറ്റു ചെറിയ ആളെ ഡെറിവേറ്റീവ് എടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ആളെ ഡെറിവേറ്റീവ് എടുക്കുമ്പോ ആ ഫംഗ്ഷനകത്ത് ബ്രാക്കറ്റിൽ വരുന്നയാളെ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതണം. അതായത് ഡെറിവേറ്റീവ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. dy by dx is equal to, ആദ്യം ആരെ ചെയ്യുക, വെളിയിലുള്ള സൈനെ ചെയ്യുക. വെളിയിലുള്ള സൈനിന്റെ ആൻസർ കോസ്. നമ്മൾ ഓൾറെഡി വെളിയിലുള്ള ആളെ ഡെറിവേറ്റീവ് എടുത്തു, അപ്പോൾ അകത്തുള്ള ആളെ അതുപോലെ തന്നെ സൈൻ എക്സ് ഇൻറ്റു. ഇനി എന്ത് ചെയ്യാം, വെളിയിലുള്ള ആളെ നമ്മൾ മൈൻഡ് ചെയ്യാൻ വേണ്ട, അകത്തുള്ള ആളാരാണ്, സൈൻ എക്സ്. അപ്പൊ എന്ത് വരും ആൻസർ, കോസ് എക്സ്. അപ്പൊ ഇതാണ് ആൻസർ, കോസ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇതായിരിക്കും ഡെറിവേറ്റീവ്. അടുത്തത് മൂന്നാമത്തെ എക്സാമ്പിൾ, y is equal to root of log x. ഇതെങ്ങനെയാണ് ചെയിൻ റൂൾ ആണ്. നിങ്ങൾ നോക്കിക്കേ, റൂട്ട് എക്സ് ആയിരുന്നു ഇവിടുത്തെ ഫംഗ്ഷൻ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ചെയിൻ വരിക എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞുതരാം. റൂട്ട് എക്സ് ആയിരുന്നു, ലോഗ് എക്സും ഉണ്ടായിരുന്നു. ഇവരെ കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഇത്, റൂട്ട് ഓഫ് ലോഗ് എക്സ്. അപ്പോ ഇവിടുത്തെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ റൂട്ടാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാരണം റൂട്ടിനകത്തേക്കാണ് ആര് വന്നിരിക്കുന്നത്, ലോഗ് എക്സ് വന്നിരിക്കുന്നത്. അപ്പൊ വലിയ ആൾ ആരാണ്, റൂട്ടാണ്. അപ്പൊ വലിയ ചെയിൻ റൂട്ടാണ്, അകത്ത് വന്നിരിക്കുന്ന ചെറിയ ഫംഗ്ഷൻ ആണ് ലോഗ് എക്സ്. അപ്പൊ ആദ്യം നമ്മൾ ആരെ ചെയ്യണം, റൂട്ടിനെ ചെയ്യണം. രണ്ടാമത് വേണം
ലോഗിനെ ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. dy ബൈ ഡി എക്സ് ഇസിക്കൽ ടു റൂട്ടിനെ ചെയ്യുമ്പോൾ റൂട്ടിനകത്ത് ആരുണ്ടെന്ന് സങ്കല്പിക്കുക, റൂട്ടിനകത്ത് എക്സ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പൊ റൂട്ടിനകത്ത് എക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നേരത്തെ വരച്ച ടേബിളിനകത്ത് നിങ്ങൾക്കറിയാം റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 1/2 റൂട്ട് എക്സ്. എഴുതുമ്പോ ശ്രദ്ധിക്കുക, 1/2 റൂട്ട് എക്സ് എന്ന് എഴുതി വെക്കരുത്. എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ആരാണ്? ലോഗ് എക്സ് ആണ്. അത് എഴുതി വെക്കും. ഇപ്പൊ നമ്മൾ ചെയ്ത ആരെയാണ്? ഈ റൂട്ടിനെ മാത്രമാണ് ചെയ്തത്. ഇനി അകത്ത് ആര് കിടപ്പുണ്ട്? ലോഗ് എക്സ് കിടപ്പുണ്ട്. ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x. അപ്പൊ നമുക്കൊന്ന് വൃത്തിക്ക് എഴുതിയാൽ, വൃത്തിക്ക് എഴുതുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1/2x ഇൻറ്റു റൂട്ട് ലോഗ് എക്സ്. ഇതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോ നിങ്ങൾക്ക് ശരിയായല്ലോ. ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. നാലാമത്തെ y is equal to sin cube x. അപ്പൊ ഇതെങ്ങനെ ചെയ്യും? y equal to sin cube x ന്റെ dy by dx. എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം? സൈൻ ക്യൂബ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സിന്റെ ക്യൂബാണ്. അതായത് ഒരു ക്യൂബിനകത്തേക്ക് സൈൻ വന്നതാണ്. അപ്പൊ മെയിൻ ആളെന്ന് പറയുന്നത് ക്യൂബ്, രണ്ടാമത്തെ ചെറിയ ആളെന്ന് പറയുന്നത് സൈൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? dy ബൈ ഡി എക്സ് ഇസിക്കൽ ടു ആദ്യം ആരെ ചെയ്യുക? ക്യൂബിനെ ചെയ്യുക. ക്യൂബ് ആണെങ്കിൽ എന്ത് വരും റിസൾട്ട്? ഇപ്പോ സൈനിന്റെ സ്ഥാനത്ത് എക്സ് ക്യൂബ് ആണെങ്കിൽ എന്ത് റിസൾട്ട് വരും? n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. അപ്പൊ എത്ര വരും? 3 ഇൻറ്റു എക്സ് റൈസ് ടു 3 മൈനസ് 1, 3x സ്ക്വയർ വരും. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുക? ഈ ക്യൂബിനകത്ത് ഒരാളുണ്ടെന്ന് വിചാരിക്കുക. ക്യൂബിനകത്തുള്ള സൈൻ ആണ് അത്. പിന്നെ നമുക്ക് നോക്കാം. ക്യൂബിനകത്ത് എക്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതും? 3 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് എഴുതും. എക്സിന്റെ സ്ഥാനത്ത് സൈൻ എഴുതണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 3 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ്. ഇത് എഴുതിയത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ചെയ്തത് ക്യൂബിനെയാണ്, പിന്നീട് അകത്തുള്ള സൈനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ക്യൂബിനെ ചെയ്യുമ്പോൾ എന്ത് കൊടുക്കണം? എക്സ് ക്യൂബ് ആണെങ്കിൽ ആൻസർ 3x സ്ക്വയർ. അപ്പൊ സൈൻ ക്യൂബ് ആണെങ്കിൽ ആൻസർ എന്ത് വരും? 3 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ഇനി ആരുണ്ട് അകത്ത്? സൈൻ ഉണ്ട്. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇതാണ് ഡെറിവേറ്റീവ്. അപ്പൊ ഇതാണ് വളരെ ബ്രീഫായിട്ട് ചെയിൻ റൂൾ. ഇനിയും ചെയിൻ റൂളും പ്രോഡക്റ്റ് റൂളിന്റെ കോമ്പിനേഷൻ, ചെയിൻ റൂളിന്റെ കോഷ്യന്റ് റൂളിന്റെ കോമ്പിനേഷനും പറയാനുണ്ട്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരിക. അപ്പോ ഇത് ജസ്റ്റ് എന്റെ ഒരു അറ്റംപ്റ്റ് മാത്രമാണ് മാത്തമാറ്റിക്സ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.